വാ, ഇത് മറ്റേ പഴയത് പാട്ടല്ലേ ഇത്? യാറി യാറി യാറി. ഓ, വെൽക്കം ടു NJNJK. അടുത്ത റിയാക്ഷൻ ദുരന്തർ ഒഫീഷ്യൽ ട്രെയിലറാണ്. ദ റിവെഞ്ച് സെക്കൻഡ് പാർട്ടിൻ്റെ ട്രെയിലർ. അപ്പം നമ്മൾ ശരിക്കും ഇന്ത്യയിൽ ഒട്ടാകെ അത്രയും ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു മൂവിയാണ് ദുരന്തർ 2. കാരണം ഫസ്റ്റ് പാർട്ട് ഉണ്ടാക്കിയൊരു ഓളുണ്ടല്ലോ, അത് വേറെ ലെവലാട്ടോ. കാരണം ഒരേ സമയം സ്ക്രിപ്റ്റ് ആയാലും അതിൻ്റെ മേക്കിംഗ് ക്വാളിറ്റിയിലായാലും അതിൻ്റെ ആക്ടേഴ്സ് പെർഫോമൻസസിലായാലും എല്ലാം കൊണ്ടും മികച്ച എന്നൊരു സാധനം. പ്രത്യേകിച്ച് സ്കോറുകൾ ഉപയോഗിച്ചിരിക്കുന്ന ഏരിയാസ്, നമുക്ക് ആ പടം കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കതിൻ്റെ സ്കോറുകളൊക്കെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടല്ലോ. അതുതന്നെയാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം ഓരോ പാട്ടുകളും നമ്മൾ പാടി നടക്കുകയാണ്, ഓരോ സീനുകളും നമ്മൾ ഓർത്തിരിക്കുകയാണ്. അതിൽ ഓരോ മൊമെൻറ്റ്സും നമുക്ക് ഗൂസ് ബംസ് തരുന്നുണ്ട്. ഓരോ ഏരിയയിലൊരു സിനിമാറ്റിക് മോഡിലുള്ളൊരു ഗൂസ് ബംസ് ഉണ്ട്, റിയലിസ്റ്റിക് മോഡിലുള്ള ഗൂസ് ബംസ് ഉണ്ട്. എല്ലാം കിട്ടുന്നൊരു ഗംഭീര പടമായിരുന്നു ഫസ്റ്റ് പാർട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ മേലെ നിൽക്കുന്നൊരു സംഭവമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം അത്രയും നല്ലൊരു ഹൈപ്പ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ ഇറങ്ങിയ സമയത്ത്, അതായത് പടം ഇറങ്ങുന്നതിന് മുന്നേ അല്ല, പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കിട്ടിയ ഹൈപ്പ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. ആൻഡ് OTT ഇറങ്ങിയ സമയത്ത് ഒന്നും കൂടി പടം ആഘോഷിച്ചു. കാരണം കാണാത്തവരുണ്ടാവുമല്ലോ, അപ്പോൾ അവരൊക്കെ വീണ്ടും കണ്ടപ്പോൾ ഒന്നും കൂടി ട്രോൾസിലും മീംസിലൊക്കെ ഗംഭീര അപ്രിസിയേഷൻ കിട്ടിയൊരു മൂവിയാണ് ദുരന്തർ. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്ന സമയത്ത് ഒന്നും പറയാനില്ല, അത് കാണുക തന്നെ. കാരണം അത് തിയേറ്ററിന് വേണ്ടി ഉണ്ടാക്കിയ സിനിമയായിരുന്നു ഫസ്റ്റ് പാർട്ട്. അപ്പം സെക്കൻഡ് പാർട്ടിലാണെങ്കിലും അത് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ആദിത്യ ധർ എന്ന് പറഞ്ഞ ഡയറക്ടറാണ് നമ്മുടെ ഉറി മൂവിയുടെ ആള്. ആ ഒരു മൂവിയിൽ തന്നെ സക്സീഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ദുരന്തർ മൂവി ഇറങ്ങിയിട്ട് അതും ഗംഭീരമായിട്ട് കളക്ഷൻ അടിച്ചപ്പോൾ അതും ഒരു സെക്കൻഡ് പ്രൂവണായി. അപ്പോൾ ഇനിയുള്ള പടത്തിലും അത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സെക്കൻഡ് പാർട്ട് നമുക്ക് കണ്ടുവെക്കാം. ട്രെയിലർ എന്താണെന്നുള്ളത്, ട്രെയിലർ വന്നിട്ട് കുറച്ച് ദിവസമായി. ഞാൻ കഴിഞ്ഞ ആഡ് ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കുറച്ച് തിരക്കായതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പോൾ എന്തായാലും ഇനിയും വേറെ എന്തെങ്കിലും വിട്ടുവരുന്നത് നിങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ട്രെയിലർ കണ്ടുവെക്കാം. पड़ोस में रहते हैं हम, कूदे भर का जोर लगा लो और बिगाड़ लो जो बिगाड़ सकते हो. അതിൻ്റെ റഹ്മാനിലേക്ക് ബീറ്റ് പഞ്ചൻ ബീറ്റ് ഉപയോഗിക്കുന്ന പൊളി കേട്ടോ. വാ, ഇത് മറ്റേ പഴയത് പാട്ടല്ലേ ഇത്? യാറി യാറി യാറി. ഓ, ജസ്കിരത് സിംഗ്. हाँ? रो क्यों रहा है लाले? तूने सुना नहीं? क्या दर्द है वहाँ मर्द है. ഇത്തവണ കുറച്ചും കൂടി മാസ് സഞ്ജയ് ദത്ത്. हिंदुस्तानी कातिल का सर काटकर मुशर्रफ के दस्तरखान पर रखा था मेजर इकबाल ने. खुदा कसम, अब एक और हिंदुस्तानी सर काटकर मुरीद के मीनार से लटकाऊंगा. वाओ वाओ वाओ, व्हाट अ ट्रेलर. बदला ഓ ഓ അത് രണ്ടും മതിയല്ലോ. ഓ, अब हिंदुस्तान तय करेगा. ഓ,
അതിലെ എൻഡിലത്തെ ആ വൈബാണ് ഫുൾ ട്രെയിലറിലുള്ളത് കേട്ടോ. പൊളി പൊളി ലെവൽ. जरवारी साहब, आपने पक्के ने बड़ी सफेद पालक किया अपने फार्म हाउस में. या बटक्स आर रियली वाइट. സൂപ്പർബ് നോ വേർഡ്സ് അങ്ങനെ വേണം പറയാൻ. കാരണം ഫസ്റ്റ് പാർട്ടിലെ ട്രെയിലർ വന്ന സമയത്ത് എല്ലാവർക്കും കാണാൻ പറ്റുന്നൊരു ട്രെയിലർ ആയിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല. കാരണം നമ്മൾ തന്നെ ട്രെയിലർ റിയാക്ട് ചെയ്ത സമയത്ത് ഞാനും എൻജോയ് ഉണ്ടായിരുന്നു. നമ്മൾ റിയാക്ട് ചെയ്ത സമയത്ത് കുറച്ച് നെഗറ്റീവൊക്കെ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പടം ഇറങ്ങുന്നതിന് മുന്നേ ട്രെയിലർ കണ്ടിട്ട്. കാരണം കുറച്ച് ഡാർക്ക് കുറച്ച് കൂടിയിട്ടുള്ള ട്രെയിലറായിരുന്നു. പക്ഷേ അത് റിയലിസ്റ്റിക് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇൻസ്പയർഡ് ട്രൂ സ്റ്റോറീസാണ്. അപ്പോൾ അതൊന്ന് കാണിക്കുമ്പോൾ ഈ ഒരു മൂവിയിലോട്ട് വരുന്ന സമയത്ത് കുറച്ചും കൂടി സിനിമാറ്റിക് മോഡ് കൂടിയിട്ടുണ്ട്. കാരണം എൻ്റർടൈൻമെൻറ്റ് എലമെൻറ്റും പിന്നെ അതുപോലെ മാസ് എലമെൻറ്റും എല്ലാം കൂടി കുറച്ചധികം വന്നൊരു ഫീലാണ് സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ. പ്രത്യേകിച്ച് ഫസ്റ്റ് പാർട്ടിലൊരു എൻഡിൽ നിന്ന് നേരെ തുടങ്ങുകയാണ് സെക്കൻഡ് പാർട്ട്. അത് കറക്റ്റായിട്ട് അതുപോലെ തന്നെ ട്രെയിലറിൻ്റെ അകത്തും കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത് അവിടെ എന്താണോ എൻഡ് ചെയ്യിപ്പിച്ചേക്കണേ അതിന്ന് സെക്കൻഡ് പാർട്ടിലോട്ട് തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ആ ഒരു മാസ് എലമെൻറ്റ് തിയേറ്ററിക്കൽ എലമെൻറ്റ് എല്ലാം കോർത്തിണക്കി കൊണ്ടുള്ള ഒരു ഗംഭീര സാധനം. എന്താ പറയുക, രൺവീർ സിംഗിൻ്റെ കരിയറിലെ തന്നെ ഒരു ഗംഭീര പാർട്ടുകൾ കേട്ടോ ഇത് രണ്ടും. കാരണം ഫസ്റ്റ് പാർട്ടിൽ ഒരു രക്ഷയില്ലാതെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ആക്ടിങ് കരിയറിലെ ആൾ ഓൾറെഡി കഴിവ് തെളിയിച്ചാണ്. ഭയങ്കരമായിട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള ഡെയറിങ് ആയിട്ടുള്ള റോളുകൾ ഓൾറെഡി ചെയ്ത ആളാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് വരുന്ന സമയത്തും അതുപോലെ തന്നെയാണ്. കാരണം ആ റോള് അങ്ങനെ ചെയ്ത് ഫലിപ്പിക്കണമെങ്കിൽ അതൊരു കഴിവ് തന്നെയാണ്. അത് നന്നായിട്ട് തന്നെ ആൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ ട്രെയിലറിൻ്റെ അകത്ത് തന്നെയാണ് നമുക്ക് കാണാനുള്ള ഒരു തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ എലമെൻറ്റും. ആ പഞ്ചാബി ബീറ്റ് ആണെങ്കിലും യാരി സോങ് എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഞാൻ പണ്ട് എവിടെയോ കേട്ടിട്ടുള്ളൊരു സോങ്ങാണ് ആരി. എനിക്കൊന്ന് അതന്നെ ആയിരിക്കണം. ചിലപ്പോൾ കുറേ പഴയ പാട്ടുകൾ ഫസ്റ്റ് പാർട്ടിലും മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ സഞ്ജയത്തിൻ്റെ എൻട്രി സമയത്തൊക്കെ സോങ്ങൊക്കെ പഴയ സോങ്ങാണ് യൂസ് ചെയ്തത്. അത് കറക്റ്റായിട്ട് മാച്ച് ആവുന്നുണ്ട്. വെറുതെ സോങ് യൂസ് ചെയ്യാന്നുള്ളതല്ല, ആ യൂസിനെ കറക്റ്റായിട്ട് മാച്ച് ചെയ്യിപ്പിച്ച് നമുക്ക് കാണുന്ന ഓഡിയൻസിനും അതിൻ്റെ ഒരു ഫീൽ കിട്ടണം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ആരെയും മിക്സ് ചെയ്ത സമയത്തും ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ ഇൻട്രഡ്യൂസിങ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ആ ക്യാരക്ടറിനെ കാണിച്ചതും രൺവീർ സിംഗിൻ്റെ തന്നെ വേറൊരു ക്യാരക്ടർ കാണിച്ചതും അതും ഗംഭീരമായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ആ ഒരു സംഭവത്തിൽ ഫസ്റ്റ് പാർട്ടിൽ ആ ഒരു ലാസ്റ്റ് കാണിച്ച സീനിനോട് കണക്ട് ചെയ്യുന്ന രീതിയിൽ സെക്കൻഡ് പാർട്ട് കൊണ്ടുവരികയും ചെയ്തു. ആൻഡ് ഫസ്റ്റ് പാർട്ടിൻ്റെ ട്രെയിലർ കണ്ട സമയത്ത് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇതിൽ കുറേ ആൾക്കാർക്ക് പെർഫോം ചെയ്യാനുണ്ട്, രൺവീർ സിംഗ് മാത്രമല്ല. പക്ഷേ ആ ട്രെയിലർ കാണുമ്പോൾ നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന പെർഫോമൻസ് ഇവരുടെയൊക്കെ കയ്യിൽ നിന്നായിരിക്കും. അതായത് നമ്മുടെ അക്ഷയ് ഖന്ന അതുപോലെ അർജുൻ രാംപാൽ അവരുടെയൊക്കെ പെർഫോമൻസാണ് നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്ത ഫസ്റ്റ് പാർട്ടിൻ്റെ ട്രെയിലർ കണ്ട സമയത്ത്. പക്ഷേ പടത്തിൽ വന്ന സമയത്ത് അക്ഷയ് ഖന്നയുടെ പെർഫോമൻസ് ജസ്റ്റിഫൈഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. മാധവൻ്റെ റോളും ഏകദേശം അതുപോലെയായിരുന്നു. രൺവീർ സിംഗ് ട്രെയിലറിനേക്കാളും മികച്ച എന്ന രീതിയിലാണ് സിനിമയിൽ ഉണ്ടായിരുന്നത്. അപ്പം ഇത്തവണത്തെ ട്രെയിലറിനകത്ത് ബാക്കി ആരും അധികം കാണിക്കുന്നില്ല. മറ്റുള്ളവർക്കൊക്കെ റോൾ ഉണ്ട് വെച്ചാൽ ഉണ്ട്, പക്ഷേ ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ട്രെയിലറിനകത്ത് ഇല്ല. പക്ഷേ രൺവീർ സിംഗിൻ്റെ കംപ്ലീറ്റ് ഔട്ട് ആൻഡ് ഔട്ട് രണ്ട് ഗെറ്റപ്പിലും ആൾ ഔട്ട് ആൻഡ് ഔട്ട് തകർക്കുന്നൊരു സംഭവമാണ് ട്രെയിലറിൽ കാണാനുള്ളത്. അപ്പോൾ എന്തായാലും കട്ട തിയേറ്റർ എക്സ്പീരിയൻസ് പടം തന്നെയാണ്. തിയേറ്റർ തന്നെ പോയി കണ്ടുവരും. ഞാൻ എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് തിയേറ്ററിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. വേറെ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാം, ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.